Hi friends, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വെൽക്കം ടു ആനന്ദീസ് കിച്ചൺ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ കൊണ്ടുള്ളൊരു പായസമാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മത്തങ്ങ മുറിച്ച് തോല് ചെത്തി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് പ്രഷർ കുക്കറിലിട്ടിട്ട് നുള്ളു ഉപ്പ് ഇട്ടിട്ട് വേവിപ്പിക്കണം. നല്ലോണം വെന്തടിഞ്ഞ് കുക്കറിലിട്ട് വെന്ത് 2-3 വിസിൽ വന്നാൽ അത് നല്ലോണം വെന്തടിയും. പിന്നെ വെല്ലത്തിൻ്റെ സിറപ്പ്, ശർക്കര സിറപ്പ്, ഇതൊരു 1/4 കിലോ വെല്ലം വേണം. 1/4 കിലോ വെല്ലത്തിൻ്റെ സിറപ്പ്. ഇത് ആട്ടപ്പൊടി, ഇത് 1 കപ്പ് ആട്ടപ്പൊടി ഉണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ കലക്കി കുറച്ച് ചെറിയ ചെറിയ ഉരുട്ടകളാക്കി ഈ മത്തങ്ങയുടെ കൂട്ടിൽ ഇടുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചിരകിയത്, ഇത് തേങ്ങ ചിരകിയതാണ്. ഞാൻ മത്തങ്ങ കുക്കറിലിട്ടിട്ട് ബാക്കി പരിപാടി കാണിച്ചു തരാം. സ്റ്റൗ ഓൺ ചെയ്ത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളി ഇത് അടച്ച് വെച്ചിട്ട് 2-3 വിസിൽ വരുന്നവരെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഇപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് 4 വിസിലായി കഴിഞ്ഞ് ആവി പോയതിന് ശേഷം ഇത്ര വെന്തിട്ട് ഒന്ന് നല്ലോണം അടിച്ച് കളയണം. നല്ലോണം അടിച്ചിട്ട് നല്ലോണം അടിച്ചതിന് ശേഷം ഇതിൽ ശർക്കര പാനി ഒഴിക്കണം. ഇത് ഒന്നും കൂടി ഓൺ ചെയ്യാം. ശർക്കര പാനി ഒഴിക്കണം. ഇത് മധുരം വേണ്ട പോലെ ചേർക്കാം. ഞാനിതൊരു 1/4 കിലോ വെല്ലം എടുത്തു. 200-250 ഗ്രാം വെല്ലം ഉണ്ടാകും. മത്തങ്ങ ഒരു 1/2 കിലോ ഉണ്ടാവും. 1/2 കിലോ മത്തങ്ങ ഇതിന് കടിക്കാൻ വേണ്ടിയിട്ട് ഇത് വെറുതെ വെള്ളം മാതിരിയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം എന്തെങ്കിലും ഒരു കടിക്കാൻ വേണ്ടി ആട്ട കുറച്ച് നുള്ള ഉപ്പ് കൂട്ടിയിട്ട് നല്ലോണം ലൂസാക്കിയിട്ട് കുഴക്കണം. ഈ പാനീയം നല്ലോണം നന്നായി വെന്ത് കഴിഞ്ഞാൽ അത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിലിടണം. ഒന്ന് ഇത് നല്ലോണം ആവട്ടെ. ഇത് ആട്ടപ്പൊടിയാണ്, കാണിച്ച ആട്ടപ്പൊടി. അധികം ഹാർഡാണ്ട് ലൂസാക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുഴക്കട്ട ആട്ട കൊണ്ടുള്ള കുഴക്കട്ട കാണിച്ചിട്ടായിരുന്നു. അതിൽ കാണാത്തവർക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഇതിങ്ങനെ ചെറിയ ഉരുളകളാക്കി ഇതിലിടുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിന് കടിക്കാൻ പോലെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് കടിക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടാവും. ഇത് കുറച്ച് നല്ല കൊഴുപ്പുണ്ടാവും. ചെറിയ ഉരുളകളാക്കിയിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര വേണ്ടുന്നൊക്കെ ശർക്കര ഇടാം. ആവശ്യമുണ്ടെങ്കിൽ ഇടാം.
കുറച്ച് ഈ കൂട്ടിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് അതും കൂടി അതിൽ ഒഴിക്കും. കലക്കിയിട്ട് ഒഴിക്കുന്ന മാതിരി നല്ലോണം കട്ടയില്ലാതെ കലക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കും. ചിലപ്പോൾ അടി പിടിക്കും ഇളക്കി. ഞാൻ ഇത്ര സിമ്മിലായിരുന്നു വെച്ചാൽ ഇപ്പം കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ചെറിയ തേങ്ങ ഇതിലിട്ട് ഒന്ന് തിളക്കട്ടെ. ഇതാ ചെറിയ തേങ്ങ ഇതിലിട്ട് ഇത് കുമ്പളങ്ങ വേണ്ട താമസമേ ഉള്ളൂ. പിന്നെ ഇപ്പം ഇത് ആട്ട വെട്ടിയിട്ടത് അതൊന്ന് നല്ലോണം ഒന്ന് വേണം. ഏലക്ക പൊടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 3-4 ഏലക്ക പൊടിച്ചിട്ടുണ്ട്. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഏലക്ക. ഇത് റെഡിയായി. ഇനിയിപ്പോൾ ഒന്ന് തണിഞ്ഞ് ഇനി സെർവിങ് ഡിഷിൽ ഇത് ഓഫാക്കണം. നമ്മുടെ മത്തൻ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിലാവുന്നതാണ്. ഇടയ്ക്ക് നിങ്ങൾ എല്ലാവരും വീട്ടിൽ മത്തൻ കൊണ്ടുവരുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും ബി ഹാപ്പി അറ്റ് ഹോം. ബൈ.